എൻ്റെ പേര് ഡിൻഡോ. ഞാൻ എളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ഇന്നലെ നടന്ന വന്ദേ ഭാരത് എറണാകുളം ബാംഗ്ലൂർ ട്രെയിനിൻ്റെ ആദ്യ റണ്ണിൽ എറണാകുളത്തെ 5 വിദ്യാലയങ്ങൾ 5 സ്കൂളുകളെ സെലക്ട് ചെയ്തു. അതിലൊന്ന് നമ്മുടെ സ്കൂളാണ്. നമ്മുടെ 20 കുട്ടികളും 2 അധ്യാപകരുമാണ് ഇതിൽ പങ്കെടുത്തത്. യാത്രാമധ്യേ ഏതോ ഒരു മീഡിയ, ചിലപ്പോൾ ലോക്കൽ മീഡിയ ആകാം, അവർ കുട്ടികളോടൊരു പാട്ട് പാടാൻ പറയുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ വന്ദേ മാതരം എന്നുള്ള ദേശഭക്തി ഗാനം ചൊല്ലി. അപ്പോൾ അദ്ദേഹം വീണ്ടും ഡിമാൻഡ് ചെയ്തു, വന്ദേ മാതരം ഒരു മലയാളം പാട്ട് പാടാവോ? ഇവര് ദേശഭക്തി ഗാനം എന്നൊന്നും ചൊല്ലി പറഞ്ഞിട്ടില്ല, ഒരു പാട്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ എന്ത് ചെയ്തു, രണ്ടാമത് ചോദിച്ചപ്പം ഇവര് ഒരു ദേശഭക്തി ഗാനം ചൊല്ലി. ആ ദേശഭക്തി ഗാനത്തിന്റെ ലിറിക്സ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, വളരെ ഫേമസ് ആയി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം, പുണ്യവാഹിനി ചേതനമേക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. അത് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. ഇതിലെവിടെയാണ് ദേശവിരുദ്ധതയുള്ളത്? ഇതിലാണ് നമുക്ക് പ്രശ്നമുള്ളത്? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരമപവിത്ര മദാമി മണ്ണിൽ ഈ ഭാരതത്തിന്റെ മണ്ണ് അത്ര പവിത്രമാണ്, അത്ര നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഈ മണ്ണിൽ ജനിച്ച നമ്മളെല്ലാവരും ഭാഗ്യശാലികളാണ്. അത് അവസാനിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ, പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. പല നിറം എന്നുള്ള ആശയം കളേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജാതി, നമ്മുടെ പല റിലീജിയൻ, പല ഭാഷകൾ, ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ്. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒറ്റ മനസ്സായി നിൽക്കണം. ഇതിന്റെ ആശയം എവിടെയുള്ള നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നമുക്ക് മുന്നോട്ട് വെച്ച ആശയം. ഇതിനെതിരെയാണോ നമ്മൾ പോകുന്നത്? ഇതാണോ കുട്ടികൾ ചെയ്ത തെറ്റ്? ഇത് ദേശമാണ്. ഇത് ഇനി നമ്മൾ പറയുന്ന RSSന്റെ ഗണഗീതം എന്ന് പറയുന്നു. ഗണം എന്ന് വെച്ചാൽ ഗ്രൂപ്പ്, ഗീതം എന്ന് വെച്ചാൽ സോങ്, ഗ്രൂപ്പ് സോങ് എന്നാണ് ഇതിന്റെ അർത്ഥം. അത് RSSകാർ ചൊല്ലി എന്ന് വിചാരിച്ച ഒരു ദേശഭക്തി ഗാനം മറ്റൊരാൾക്ക് ചൊല്ലാൻ പാടില്ല എന്നല്ലല്ലോ. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവും പൈങ്കിളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയോ ചൊല്ലിയിട്ടുണ്ടത്. നമ്മളെല്ലാവരും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണോ? അല്ലായിരിക്കും, വ്യത്യസ്തരായിരിക്കും. പക്ഷെ ഇതാണ് നല്ലത്. ആര് ചെയ്താലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സിൽ നമുക്കുണ്ടാകണം. നമ്മുടെ കുട്ടികൾ അവിടെ ചൊല്ലിയതും ചെയ്തതും വളരെ റൈറ്റാണ്. കാരണം അവര് ഈ ഇന്നത്തെ മോഡേൺ പാട്ടായ കുടിച്ച കള്ളൊന്നും കള്ളമല്ലടാ പറയില്ലടാ എന്നൊക്കെയുള്ള സോങ് ഉണ്ടല്ലോ, അതൊന്നുമല്ല അവർ ചെയ്തത്. പകരം അതിന് സന്ദർഭോചിതമായിട്ട് ഉള്ള ഒരു പാട്ടാണ് പാടിയത്. അവർക്കറിയാം എന്ത് ചെയ്യണം, കാരണം അവർ അതുപോലെ ട്രെയിൻഡാണ്. ടൂറിന് പോകുമ്പോൾ അവർ ഈ പാട്ടെല്ലാം പാടും. പക്ഷേ അങ്ങനെ ഒരു ദേശീയ പ്രോഗ്രാം നടക്കുമ്പോൾ എന്ത് ചൊല്ലണം എന്നുള്ള കേസ് കൃത്യമായി കുട്ടികൾക്കറിയാം. ഇതിൽ ആരും കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, ഒരു റെയിൽവേ ഒന്നും ചെയ്തിട്ടില്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇതിൽ ഇൻവോൾവ് അല്ല, BJP ഇതിൽ ഇൻവോൾവ് അല്ല, ആരും ഇതിൽ ചെയ്തിട്ടില്ല. നമ്മൾ ആസ് യൂഷ്വൽ ബാക്കിലെ ഗേറ്റിലൂടെ വന്നു, നമ്മളോട് ഇരിക്കാൻ പറഞ്ഞു, ആരോ എടുത്തു. അതിന് നമുക്ക് സങ്കടം ഉണ്ടായാൽ ഇത് ഞാൻ അറിയുന്ന ഒരു ചാനൽ ഇതിനെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള നിലയ്ക്കാണ് വന്നത്. ഇതിനെതിരായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്ത് മെസ്സേജ് ഇട്ടു. അപ്പോൾ നമ്മളിത് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പ്രശ്നമില്ല, കാരണം വെച്ചാൽ അവരുടെ സൈഡ് പറഞ്ഞു, നമ്മളിതിനെക്കുറിച്ച് വറിയിടാവണ്ട. നമ്മൾ റെയിൽവേയുടെ സൈറ്റിൽ നോക്കുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ വീണ്ടും അടുത്ത സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അത് ഡിലീറ്റ് ആയി കേട്ടോ എന്ന് പറഞ്ഞു. ഇതാണ് നമുക്ക് സങ്കടം ഉണ്ടാക്കിയത്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ചെയ്ത ഒരു നല്ല കാര്യത്തിനെ റെയിൽവേ അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തു മാറ്റി, എന്തോ കാരണങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മളിതിനെ നമ്മുടെ റെപ്രസെന്റേഷൻ നമ്മുടെ ഹയർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്കും റെയിൽവേ മിനിസ്റ്ററുടെ ഓഫീസിലേക്കും സുരേഷ് ഗോപി സാറിന്റെയും ജോർജ് കുര്യൻ സാറിന്റെയും ഓഫീസിലേക്കെല്ലാം നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സദേൺ റെയിൽവേയുടെ സൈറ്റിലേക്ക് നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാകാം ഒരു 7 മണിയായപ്പോൾ സദേൺ റെയിൽവേയിൽ നിന്ന് എനിക്ക് കോള് കിട്ടി, നിങ്ങളുടെ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യുന്നു, റീട്വീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റോട് കൂടിയിട്ട് വന്നു. അത് എന്തായാലും നമ്മൾ ചെയ്തു. ഇന്നലെ വൈകിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് മെസ്സേജൊക്കെ ഇട്ടു. നമുക്കിതിൽ ആരോടും വിരോധമില്ല, കാരണം നമ്മളെല്ലാവരും പല ആശയമുള്ളവരാണ്. പക്ഷെ കുട്ടികളെ ഇതിലേക്ക് വലിച്ചിഴച്ചാണ് പ്രശ്നമുണ്ടായത്. അതുമാത്രമാണ് നമുക്ക് പറയാനുള്ളത്. സ്കൂളിന് ഇതിൽ ആശങ്കയില്ല, പക്ഷെ എൻ്റെ കുട്ടികൾ പേടിച്ചിരിക്കുകയാണ്. കാരണം രാവിലെ ഈ ഒരു മെസ്സേജ് വന്നപ്പോൾ മുതൽ കുട്ടികളുടെ പേരൻസ് വിളിക്കുന്നു, സാറേ ഞങ്ങൾക്ക് ഇതിലെ പ്രശ്നം ഉണ്ടാവോ, ഞങ്ങൾക്ക് ആക്ഷൻ ഉണ്ടാവോ. അപ്പോൾ നമ്മളിതിൽ അറിയേണ്ടത്, ഇത് ഈ പാട്ട് പാടിയത് അമേരിക്കയിലോ ചൈനയിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അല്ല, ഭാരതത്തിന്റെ ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യൻ സിറ്റിസൺസ് അവരൊരു ദേശഭക്തി ഗാനം, അതും ഇന്ത്യയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദേശഭക്തി ഗാനമാണ് ചൊല്ലിയത്. അതിൽ നമ്മൾ എന്തിനാണ് വറീഡാവണ്ടേ? ദേശഭക്തി ഗാനമാണത്. അതുകൊണ്ട് നമ്മളതിൽ വറീഡല്ല. പക്ഷെ നമ്മുടെ സങ്കടം ഇതാണ്, അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിനെയും നമ്മൾ ഇതുവഴി അറിയിക്കുന്നത്. നമ്മുടെ സങ്കടം ഇതാണ്, കുട്ടികൾക്കും അവരുടേതായ റൈറ്റ് ഉണ്ട്. അവരെ ഇതിൽ വലിച്ചിഴിക്കുമ്പോൾ ഈ ഫോട്ടോ ഒക്കെ വെച്ച് അവരെ പോകുമ്പോൾ അവർക്കിപ്പോൾ ഒരു പട്ടം വീണ്ടും വീണിരിക്കുകയാണ് സംഘിക്കുട്ടികൾ.
നമുക്ക് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ദേശഭക്തിഗാനമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ സംഖ്യകൾ എന്നുള്ള വാക്ക് വരുന്നു. ഈ കുട്ടികളെ ഇത് വെച്ചാൽ കുട്ടികൾക്കും അവകാശങ്ങളില്ലേ? കുട്ടികൾക്കുമില്ല അവിടെ ബാലാവകാശ കമ്മീഷനല്ലേ ഇതിനെതിരെ നോക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ ആർക്കെതിരെയാണ് നമ്മൾ കേസെടുക്കുക, അന്വേഷണം വെക്കുന്നത്? ഈ കുട്ടികൾക്കെതിരെ, ഈ വീഡിയോ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെയാണോ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കാൻ പോകുന്നത്, അതെയോ സ്കൂളിനെതിരെയാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിദ്യാലയത്തിന്, സ്കൂളിന് നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്.